മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സി.എ. കൃഷ്ണനെ ആദരമൊരുക്കി സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും. വിലങ്ങൻ വാക്കേഴ്സ് ക്ലബിന്റെയും കുറ്റൂർ ഹെവൻലി വില്ലാസ് റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. കുറ്റൂർ ഹെവൻലി വില്ലാസിൽ നടന്ന ഊഷ്മളമായ ചടങ്ങ് പ്രശസ്ത ചലച്ചിത്ര താരവും കാരിക്കേച്ചറിസ്റ്റുമായ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. വിലങ്ങൻ കുന്നിൻ്റെ നിലനിൽപ്പിന് അതിനെ ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനും അതോടൊപ്പം തന്നെ വനവൽക്കരണത്തിനൊക്കെ ആയിട്ട് ഒരുപാട് കാലമായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് വളരെ അധികം സ്നേഹ സൗഹൃദങ്ങളുള്ള കൃഷ്ണേട്ടനെ ഇന്നത്തെ ദിവസം അദ്ദേഹം താമസിക്കുന്ന കോളനിയിൽ വെച്ച് തന്നെ ആദരിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നു. നമുക്കൊരു മനുഷ്യന് വിലയുണ്ടാകുന്നത് നാട്ടിൽ ആദരിക്കുമ്പോഴെന്നാ പറയാം. അപ്പോൾ എത്രയൊക്കെ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള വലിയ അവാർഡുകൾ കിട്ടിയാലും ആദരങ്ങൾ കിട്ടിയാലും ജനിച്ച നാട്ടിൽ കിട്ടുന്ന ആദരമാണ് ഏറ്റവും വലുതെന്ന് പറയാറുണ്ട്. കേരള പത്രപ്രവർത്തന ചരിത്രത്തെയും തൃശൂർ പ്രസ് ക്ലബിന്റെ ആരംഭത്തെയും പ്രതിപാദിക്കുന്ന ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച സി.എ. കൃഷ്ണന്റെ ഏറ്റവും പുതിയ പുസ്തകം വൃത്താന്തവൃത്തം ജയരാജ് വാര്യർ ഡോക്ടർ ശ്രീകുമാർ പിള്ളയ്ക്ക് സമ്മാനിച്ചു. തുടർന്ന് ഗ്രന്ഥകർത്താവ് സി.എ. കൃഷ്ണനെ ആദരിക്കുകയും ചെയ്തു. വിലങ്ങൻ വാക്കേഴ്സ് ക്ലബ്ബ് രക്ഷാധികാരി ഡോക്ടർ ശ്രീകുമാർ പിള്ള അധ്യക്ഷനായിരുന്നു. നമ്മുടെ കൃഷ്ണേട്ടൻ എന്നും നമ്മൾക്കൊരു വല്യേട്ടനാണ്. ചിലരുടെ ജീവിതം ഒരു കളിക്കളമാകുമ്പോൾ കൃഷ്ണേട്ടൻ്റേത് ഒരു അമരം പോലെ ദൃഢമുള്ളതായിരുന്നു. വാഴ്വേ മായമെന്ന് ചിലർ പറയുമ്പോൾ കൃഷ്ണേട്ടൻ തൻ്റെ ജീവിതം ഒരു മണിച്ചിത്രത്താഴ് പോലെ മനോഹരമാക്കി തീർത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വേദിയിൽ ഒരു സ്ഫടികം പോലെ തിളക്കമാർന്ന ഈ വ്യക്തിത്വത്തിന് സർവം മായയായി നിൽക്കുന്ന ഈ ലോകത്ത് കൃഷ്ണേട്ടൻ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ഇനിയും പല സ്വപ്നക്കൂടുകളും പണിയട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നന്മകൾ മാത്രം നേർന്നുകൊണ്ട് കൃഷ്ണേട്ടൻ എന്ന് ഞങ്ങളുടെ ആവേശത്തെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് 100 വട്ടം എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. കുറ്റൂർ ഹെവൻലി വില്ലാസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇന്ദിര ടീച്ചർ, ഹെവൻലി വില്ലാസ് അസോസിയേഷൻ മുൻ സെക്രട്ടറി വിജയരാഘവൻ ഇടശ്ശേരി, ടോംയാസ് പരസ്യ ഏജൻസിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ തോമസ് പാവറട്ടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ ജോയിന്റ് രജിസ്ട്രാറും കവിയും എഴുത്തുകാരനുമായ എം.എസ്. ബാലകൃഷ്ണൻ, കുറ്റൂർ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എ.കെ. ഡിക്സൺ, വിലങ്ങൻ വാക്കേഴ്സ് ക്ലബ്ബ് മുൻ സെക്രട്ടറി സി.സി. പൗലോസ്, കവിയും എഴുത്തുകാരിയുമായ ബേബി പേനകം എന്നിവർ ആശംസകളും അനുമോദനങ്ങളും നേർന്ന് സംസാരിച്ചു. ഗ്രന്ഥകാരൻ സി.എ. കൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. കുറേ സന്തോഷങ്ങളും കുറേ തൃപ്തികളും അതാണ് മനസ്സിൽ എപ്പോഴും ഉള്ളത്. ഓർമ്മ വയ്ക്കണ കാലത്ത് ഒരു ആനപ്പാപ്പാനാകണം എന്നായിരുന്നു മോഹം. ആന ഒരു വലിയ ജീവി. അതിനെ ഇവിടെ വാ ആന, അങ്ങോട്ട് ഇടത്തോട്ട് തിരിയാന്, വലത്ത് തിരിയാന്, ഇവിടെ എന്ന് പറയുന്ന, അതിനെ വഴങ്ങുന്ന ഒരു വീരകഥാപാത്രമാണ് ആനപ്പാപ്പാൻ എനിക്കത്. പക്ഷെ നമുക്ക് ഒരു ആനപ്പാപ്പാനാവാൻ കാലം അനുവദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഉള്ള മോഹം ഒരു ബസ് കണ്ടക്ടർ ആവണമെന്നായി. ബസ് കണ്ടക്ടർ ആവണം. നമുക്ക് മോഹങ്ങൾക്കൊന്നും പരിധിയില്ലല്ലോ, എന്ത് മോഹം വേണമെങ്കിൽ സങ്കല്പിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ അന്നും എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ മോഹങ്ങളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ബസ് കണ്ടക്ടർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ അന്നത്തെ ഒരു വിശ്വാസം, എല്ലാവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങി ഈ ബാഗിലിടും, ഈ ബാഗ് കൊണ്ട് വീട്ടിൽ പോകാൻ. അപ്പോൾ വൈകുന്നേരം കുറേ കാശ് കിട്ടും.
ഇതായിരുന്നു ആ കുഞ്ഞു മനസ്സിൻ്റെ മോഹം. വിലങ്ങൻ വോക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റും റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ടുമായ CK ശങ്കരനാരായണൻ സ്വാഗതവും ക്ലബ്ബ് സെക്രട്ടറി PK സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ATK ന്യൂസ്, കുറ്റൂർ.